രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിനെ ശരിക്കും ഒതുക്കിയോ? അതോ കേരള രാഷ്ട്രീയത്തെ വീണ്ടും കുലുക്കാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചുവരവിന്റെ വക്കിലാണോ അദ്ദേഹം നിൽക്കുന്നത്? കേരള രാഷ്ട്രീയത്തിൽ ഒരു വിചിത്രമായ കാര്യം ഇപ്പോൾ നടക്കുകയാണ്. ഒരു നേതാവിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചുവെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുന്നു. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ നേതാവിന്റെ പേര് ചർച്ചകളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നില്ല. മറിച്ച് കൂടുതൽ ശക്തമായി തിരിച്ചു വന്നു. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേരിനെ ചുറ്റിപ്പറ്റി ഇന്ന് നടക്കുന്നത്. ചോദ്യം ഇതാണ്: രാഹുലിന്റെ തിരിച്ചുവരവിനെ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ആരാണ്? CPM ആണോ? അതോ BJP ആണോ? അതുമല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിലെ ചില ശക്തികളാണ്? എന്തുകൊണ്ടാണ് ഇന്നും അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും ചർച്ചകൾ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ജൻസി യുവാക്കളും സാധാരണ കുടുംബങ്ങളും അവിടുത്തെ വീട്ടമ്മമാരും ഒരുപോലെ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരണം എന്ന് അലമുറയിട്ട് പറയുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ചിലർ കേൾക്കാൻ ആഗ്രഹിക്കാത്ത ആ രാഷ്ട്രീയ കഥയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കാരണം ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം രാഹുലിന്റെ തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നതല്ല, മറിച്ച് ആ തിരിച്ചുവരവ് എത്ര ശക്തമായിരിക്കും എന്നതാണ്. കാരണം ആ തിരിച്ചുവരവ് ചിലരുടെ ഇരട്ടത്താപ്പുകളും രാഷ്ട്രീയ കള്ളക്കളികളുടെയും മറവിൽ നടന്ന നീക്കങ്ങളും വീണ്ടും ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലേക്ക് വഴിത്തിരിച്ചേക്കാം. അതിലും പ്രധാനമായി ഇനി തിരിച്ചെത്തുന്നത് നമ്മൾ മുമ്പ് കണ്ട അതേ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമോ എന്നതാണ് പലരുടെയും കൗതുകം. അതോ പ്രതിസന്ധികളിലൂടെ കടന്നുപോയി കൂടുതൽ കരുത്തും ആത്മവിശ്വാസവും നേടിയ ഒരു രാഷ്ട്രീയ പോരാളിയായിരിക്കുമോ തിരിച്ചു വരിക എന്നതും ചർച്ചയിലാണ്. അതായത് എതിർപ്പുകളെ നേരിട്ട് ഒറ്റയ്ക്ക് പോരാടി കൂടുതൽ ശക്തനായി തിരിച്ചെത്തുന്ന ഒരു നേതാവിന്റെ പുതിയ അധ്യായമായിരിക്കുമോ കേരളം ഇനി സാക്ഷിയാകാൻ പോകുന്നത്? അതാണ് ഇന്ന് പലരുടെയും ഏറ്റവും കൂടുതൽ ആകാംക്ഷയാക്കുന്ന ഒരു വലിയ ചോദ്യം. ഇന്നത്തെ വീഡിയോയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിന്റെ പദ്ധതികളാണ് നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യുന്നത്. അതിലും പ്രധാനമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ തിരിച്ചുവരവിനെ ഭയപ്പെടുന്നത് ആരാണ്? അല്ലെങ്കിൽ ആ തിരിച്ചുവരവിനെ തടയാൻ ശ്രമിക്കുന്ന വ്യക്തികളും പാർട്ടികളും ആരൊക്കെയാണ്? ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്യും. പ്രധാന പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു വലിയ അപേക്ഷയുണ്ട്. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിന്റെ അൽഗോരിതം ഈ വീഡിയോയെ നിരസിക്കില്ല. ഈ സമയത്ത് നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം തുറന്നങ്ങ് പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയമായി തീർന്നുപോയ ഒരാളായിരുന്നെങ്കിൽ ഇന്നും അദ്ദേഹത്തിന്റെ പേര് കേട്ട് ഇത്രയും ആളുകൾ പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ നേതാവിന്റെ യഥാർത്ഥ തകർച്ച ജനങ്ങൾ അദ്ദേഹത്തെ മറക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അതിന്റെ നേർ വിപരീതമാണ്. നിയമസഭയ്ക്ക് പുറത്തുപോയി കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ പുറത്താക്കി. എന്നിട്ടും രാഹുലിന്റെ പേര് ഇന്നും കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന പേരുകൾ ഒന്നാണ്. അതുകൊണ്ടാണ് ഇന്ന് പല കോൺഗ്രസ് പ്രവർത്തകരും ഒരു ചോദ്യം ചോദിക്കുന്നത്: രാഹുലിനെ തകർക്കാൻ ഇറങ്ങിയവർ ശരിക്കും വിജയിച്ചോ? അല്ലെങ്കിൽ അറിയാതെ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനുള്ള വഴിയാണോ അവർ ഒരുക്കിയത്? സുഹൃത്തുക്കളെ, നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ പ്രചാരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ ആക്രമണങ്ങൾ നടന്നു, രാഷ്ട്രീയ വേദികളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ടും സാധാരണ ജനങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇത്രയും ആരോപണങ്ങൾ കേട്ടിട്ടും ജനങ്ങളുടെ മനസ്സിൽ ഉറച്ചു നിന്ന വലിയ അഴിമതി ആരോപണങ്ങളോ സാമ്പത്തിക തട്ടിപ്പുകളോ അധികാര ദുരുപയോഗമോ അതുമല്ലെങ്കിൽ സ്ത്രീ പീഡന കേസുകളോ ഒന്നും ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത്, ഒരാളെ ഇത്രയും ശക്തമായി ലക്ഷ്യമിട്ടത് എന്തിനായിരുന്നു എന്നത്. ഒരു രാഷ്ട്രീയ എതിരാളിയെ തോൽപ്പിക്കാനായിരുന്നോ? അതോ അദ്ദേഹത്തിന്റെ വളർച്ചയെ ഭയക്കുന്നത് കൊണ്ടായിരുന്നു? ഇത് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ശരിക്കും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. കാരണം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു വലിയ നേതാവുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു. എത്ര മായ്ച്ച് തേയിച്ച് കളഞ്ഞാലും
ഉമ്മൻചാണ്ടിക്കുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന് കേരള ജനത ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും ലഭിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നത് സ്പഷ്ടമാണ്. അതാണ് കേരള രാഷ്ട്രീയം പറയുന്നത്. ഇവിടെയാണ് കഥ കൂടുതൽ കൗതുകകരമാകുന്നത്. രാഹുലിന്റെ തിരിച്ചുവരവ് തടയാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ നടക്കുന്ന ചർച്ച 3 ദിശകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമതായി CPM. കാരണം യുവാക്കളെ ആകർഷിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് കൂടുതൽ ശക്തനാകുന്നത് ഇടതുപക്ഷത്തിന് വെല്ലുവിളിയാകുമെന്ന് അവർ കരുതുന്നു. രണ്ടാമത്തേതായി BJP ആണ്. കാരണം യുവതലമുറയിൽ സ്വാധീനമുള്ള കോൺഗ്രസ് നേതാക്കൾ ഉയരുന്നത് ദേശീയ രാഷ്ട്രീയത്തിനും പ്രതിപക്ഷ കരുത്തും നൽകും എന്ന് BJP ഭയക്കുന്നത് ശരിക്കും ന്യായമായ കാര്യം തന്നെ. മൂന്നാമതായിട്ടുള്ളത് കോൺഗ്രസിനുള്ളിലെ ചില താല്പര്യ ഗ്രൂപ്പുകളെ കുറിച്ചും പ്രവർത്തകരുടെ ഇടയിൽ ചർച്ചയാകുന്നുണ്ട് എന്നതാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് അതിവേഗം ഉയരുമ്പോൾ എതിർപ്പുകൾ പുറത്തുനിന്ന് മാത്രം വരാറില്ല, ചിലപ്പോൾ സ്വന്തം വീട്ടിനകത്ത് നിന്നും വരും. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് രാഹുലിനെതിരെ നടന്ന പോരാട്ടം ശരിക്കും ആരുടേതായിരുന്നു എന്നത്. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം മറ്റൊന്നാണ്. ഇത്രയും വിവാദങ്ങൾക്കും ആക്രമണങ്ങൾക്കും ശേഷം പോലും രാഹുലിനെ കുറിച്ചുള്ള ചർച്ച അവസാനിച്ചിട്ടില്ല. മറിച്ച് കൂടുതൽ ശക്തമായി അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന യുവാക്കളും സാധാരണ കോൺഗ്രസ് പ്രവർത്തകരും ഇന്ന് തുറന്നു പറയുന്ന ഒരു കാര്യമുണ്ട്. രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ രാഹുൽ എന്ന യുവ നേതാവില്ലാത്ത കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോഴത്തെ ജൻസിക്കോ യുവജനങ്ങൾക്കോ അല്ലെങ്കിൽ അമ്മമാർക്കോ ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം ഇതാണ്: രാഹുലിന്റെ തിരിച്ചുവരവ് തടയാൻ ആരാണ് ശ്രമിക്കുന്നത്? ഇതിലും വലിയ ചോദ്യം, ആ ശ്രമങ്ങൾ ഒടുവിൽ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനെ കൂടുതൽ ശക്തമാക്കുകയാണോ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയ ചരിത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. ജനങ്ങൾക്കിടയിൽ അതിവേഗം സ്വാധീനം നേടുന്ന നേതാക്കന്മാർക്ക് എപ്പോഴും വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ജനങ്ങളുമായി നേരിട്ട് സംസാരിക്കുന്ന, യുവാക്കളെ ആവേശത്തിലാക്കുന്ന നേതാക്കന്മാർ രാഷ്ട്രീയ കണക്കൂട്ടൽ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്ന് പലരും ചോദിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണോ സംഭവിച്ചത് എന്ന്. കാരണം അദ്ദേഹം വെറും വേദികളിൽ പ്രസംഗിക്കുന്ന ഒരു നേതാവേ അല്ലായിരുന്നു. കോളേജുകളിലും തെരുവുകളിലും സോഷ്യൽ മീഡിയയിലും യുവാക്കൾക്കിടയിലും സജീവ സാന്നിധ്യമായി മാറിയ ഒരു വലിയ നേതാവ് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുതന്നെയാണ് പാലക്കാട്ടെ രാഷ്ട്രീയ യാഥാർത്ഥ്യവും നോക്കിയാലും നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നെങ്കിൽ ഇത്രയും മാസങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെക്കുറിച്ച് ആരും സംസാരിക്കുമായിരുന്നില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് മറ്റൊന്നാണ്. പാലക്കാട്ടെ യുവാക്കളും സാധാരണ കുടുംബങ്ങളും പ്രത്യേകിച്ച് അമ്മമാരും ഇന്നും രാഹുലിനെ കുറിച്ച് സംസാരിക്കുന്നു. കാരണം പലർക്കും അദ്ദേഹം വെറും ഒരു നേതാവല്ലായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടുന്ന, തുറന്നു സംസാരിക്കുന്ന, നേരിട്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന ഒരു മുഖമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരായ ഓരോ നീക്കവും ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറി. രാഷ്ട്രീയമായി പ്രശസ്തിയില്ലാത്ത ഒരാളെ കുറിച്ച് ഇത്രയും കാലം ആരും ചർച്ച ചെയ്തില്ല എന്നതാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ പലരും മുന്നോട്ട് വരുന്നതും അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റായി മാറുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം മറ്റൊന്നാണ്: രാഹുലിന്റെ തിരിച്ചുവരവിനായി കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഒരു ഘട്ടത്തിൽ പല പ്രവർത്തകർക്കും വലിയ നിരാശയുണ്ടായിരുന്നു. പാർട്ടി ശക്തമായി ഒപ്പമുണ്ടോ എന്ന സംശയവും അവർക്കുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറെ മാസങ്ങളിലെ സംഭവങ്ങൾ കണ്ടപ്പോൾ പലരും പറയുന്നത് മറ്റൊന്നാണ്. ഇതിനി ഒരാളുടെ മാത്രം പ്രശ്നമല്ലെന്നും ഒരു നേതാവിനെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിനെ ശക്തമായി എതിർക്കും എന്ന സന്ദേശവുമാണ് കോൺഗ്രസ് ഇപ്പോൾ നൽകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ആവേശത്തിലും പ്രതീക്ഷയിലും വീണ്ടും വലിയ കുതിപ്പുണ്ടാകുന്നു എന്നതാണ് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം. ഞാൻ ഈ പറഞ്ഞതിനെ സാധൂകരിക്കുന്ന പല തരത്തിലുള്ള കഥകളും അല്ലെങ്കിൽ വാർത്തകളും ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ പ്രചരിക്കുന്നുണ്ട്. അത് പലപ്പോഴും രഹസ്യമായ ഒരു പരസ്യം തന്നെയാണ്. അവർ പറയുന്ന പല കഥകളിൽ ഒരു കഥ ഇങ്ങനെയാണ്: അതായത്
രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കിയത് അത് വി ഡി സതീശന്റെ ഒരു തന്ത്രമായിരുന്നു എന്നതാണ്. കാരണം വി ഡി സതീശന് മുഖ്യമന്ത്രി പദത്തിൽ ലക്ഷ്യമിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും മറ്റ് കേരളത്തിലെ അറിയപ്പെടുന്ന യുവ നേതാക്കന്മാരും കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പിൽ ചേർന്നത് വി ഡി സതീശന് ഭയങ്കര അടിയായി മാറി. എന്നാൽ ഈ യുവ നേതാക്കന്മാരെ അവരുടെ സ്വാധീനത്തിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്തുവാൻ പ്രത്യേകം ചമച്ചുണ്ടാക്കിയ ഒരു കഥ തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്നാണ് പല കോൺഗ്രസ് പ്രവർത്തകരും അടക്കം പറയുന്ന ഒരു കഥ. എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറി. വി ഡി സതീശൻ ആഗ്രഹിച്ച പോലെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായി. കെ സി വേണുഗോപാൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രത്തിൽ അധികമില്ല. അപ്പോൾ ഇനി വി ഡി സതീശന് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കേണ്ട കാര്യമില്ല. അപ്പോൾ പരോക്ഷമായിട്ടാണെങ്കിലും ഇനി വി ഡി സതീശന്റെ സപ്പോർട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കുമെന്നും അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായും മറ്റ് എതിർപ്പുകളൊക്കെ കളഞ്ഞ് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരിച്ചു വരും എന്ന വലിയൊരു കഥയാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളിൽ ആവേശമുണ്ടാക്കുന്ന ഒരു വലിയ ചിത്രം. എന്നാൽ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ഇപ്പോൾ ഇതാണ്. രാഹുലിനെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിച്ചുവെന്ന് വിശ്വസിക്കുന്നവർ പോലും ഇപ്പോഴൊരു പുതിയ ചോദ്യമാണ് ചോദിക്കുന്നത്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ പഴയ രാഹുൽ ആയിരിക്കുമോ എന്നത്, അതോ കൂടുതൽ ശക്തനായ കൂടുതൽ ജനപിന്തുണയുള്ള നേതാവായി മാറുമോ എന്നും. കാരണം രാഷ്ട്രീയ ചരിത്രം വീണ്ടും വീണ്ടും തെളിയിച്ച ഒരു വലിയ സത്യമുണ്ട്. പ്രതിസന്ധികളെ അതിജീവിച്ച് തിരിച്ചു വരുന്ന നേതാക്കന്മാർ പലപ്പോഴും മുൻപത്തേക്കാൾ വലിയ ശക്തരായിട്ടാണ് ഉയർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ആത്മവിശ്വാസത്തോടെ പറയുന്നത് ഇതൊരു അവസാനമല്ല, ഒരുപക്ഷെ വലിയൊരു രാഷ്ട്രീയ തിരിച്ചു വരവലിന്റെ തുടക്കമായിരിക്കും എന്നത്. ഇപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചൊന്ന് നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാവും. അതായത് രാഹുലിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മനോഭാവത്തിലും ഇപ്പോൾ വലിയ മാറ്റം കണ്ടു തുടങ്ങുന്നു. പണ്ട് രാഹുലിന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ രാഹുലിനെ സ്നേഹിക്കുന്നവർ വലിയ പ്രതിരോധത്തിലായിരുന്നു. അന്ന് അവർക്ക് ഒരു അപേക്ഷ ഉണ്ടായിരുന്നുള്ളൂ, രാഹുലിനെ എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണേ എന്നത്. എന്നാൽ ഇന്ന് അവരുടെ റിക്വസ്റ്റ് അല്ല, ഇന്ന് അവരുടെ ചോദ്യത്തിന്റെ മൂർച്ച കൂടി. ഇത്രയും കഠിനമായി രാഹുലിനെ എന്തിനാണ് ലക്ഷ്യമിട്ടത് എന്നാണ് ഇപ്പോൾ രാഹുൽ അനുകൂലികൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ഈ രാഹുൽ വിഷയം ഇപ്പോഴും ഒരു വിവാദമാകാതെ വലിയ ചർച്ചയായി വഴിമാറുന്നത്. കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ യുവജനങ്ങളും സ്ത്രീജനങ്ങളും അവർ വാർത്ത മാത്രം കാണുന്നവരല്ല, ആ വാർത്തയ്ക്കുള്ളിലെ രാഷ്ട്രീയം ചികഞ്ഞ് അന്വേഷിച്ച് പോകുന്നവരാണ് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും എന്ന സത്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയേ മതിയാവും. ഇപ്പോൾ കോൺഗ്രസിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് മറ്റൊന്നാണ്. എത്ര എതിർപ്പുകൾ വന്നാലും എത്ര തടസ്സങ്ങൾ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തരായി സജീവ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുമെന്നാണ് അവരുടെ ഏറ്റവും വലിയ വിശ്വാസം. അതിന് CPM എതിർത്താലും BJP എതിർത്താലും കോൺഗ്രസിനുള്ളിലെ ചിലർക്കെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിലും താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം വ്യക്തമാണെന്നാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ജൻസി യുവാക്കളും പോരാട്ട രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകരും സാധാരണ കുടുംബങ്ങളും വീട്ടമ്മമാരുടെയും വലിയൊരു ഭൂരിഭാഗം രാഹുലിന്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നവരാണെന്നാണ് പാർട്ടിക്കുള്ളിലെ ഏറ്റവും വലിയ ചർച്ച. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു ചോദ്യം ഒന്ന് മാത്രമാണ്. രാഹുലിന്റെ തിരിച്ചുവരവ് തടയുന്നത് ആര് എന്നതല്ല, ആ തിരിച്ചുവരവ് എത്ര വേഗത്തിൽ കേരള രാഷ്ട്രീയത്തെ ചർച്ച കേന്ദ്രമാക്കുമെന്നാണ് നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു കാര്യം വ്യക്തമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല, മറിച്ച് ഓരോ ദിവസവും കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വെറും രാഷ്ട്രീയ വാർത്തകൾ മാത്രമാകില്ല, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായി മാറാനും സാധ്യതയുണ്ട് എന്നാണ് വ്യക്തം. അതായത് രാഹുലിനെ എതിർക്കുന്നവർ വിജയിക്കുമോ, അല്ലെങ്കിൽ ശക്തമായ തിരിച്ചുവരവോടുള്ള രാഹുലിന്റെ ആളിക്കത്തലിൽ അദ്ദേഹത്തിനെതിരെ നടക്കുന്ന വിമർശന ശരങ്ങളെല്ലാം കത്തിച്ചാമ്പലായി ഇല്ലാതാകുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഉരുത്തിരിയും എന്നതാണ് നിരീക്ഷണ കേന്ദ്രങ്ങൾ ഇന്നും ആവർത്തിച്ച് പറയുന്ന ആ വലിയ സത്യവും.
ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുജനങ്ങൾക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കാരണം രാഹുലിന്റെ ഈ കേസിൽ അവരുടെ അഭിപ്രായവും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി ഞങ്ങളെ എഴുതി അറിയിക്കണമേ എന്നും ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കട്ടെ. നിങ്ങളുടെ ഓരോ കമന്റുകളും ഞങ്ങൾ ശ്രദ്ധിക്കും, ഞങ്ങൾ പരിശോധിക്കും. നിങ്ങളുടെ ഓരോ കമന്റിനും വ്യക്തമായ മറുപടി ഞങ്ങൾ ഇവിടെ തന്നെ നൽകും എന്നും ഞങ്ങൾ ഉറപ്പ് നൽകട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വലിയ പോരാട്ടത്തിൽ നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇനി മറ്റൊരു വിഷയമായി വേറൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.